Super guys, my mom and made it. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റിവ്യൂ ആണ് നിങ്ങളെ കണ്ടത്. നല്ലതാണെങ്കിൽ അവൾ നല്ലതാണെന്ന് പറയും, കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂലെന്ന് തന്നെ പറയും. അങ്ങനെ അവരോട് നിന്ന് കഴിക്കട്ടെ. അപ്പോഴത്തേക്കും ഞാൻ ഉച്ചക്കത്തെ പ്രിപ്പറേഷനിലോട്ട് കയറിയിട്ടുണ്ട്. ഉച്ചക്കത്തെ ഇന്ന് ബീഫ് കറിയാണ്. ബീഫ് കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, സിമ്പിൾ കറിയാണല്ലോ, സിമ്പിളായിട്ടുള്ള രീതിയിലാണ് വെച്ചത്. അപ്പോൾ അതവിടെ നിന്ന് ചെയ്തപ്പോഴത്തേക്കും അപ്പുറത്ത് ക്യാബേജ് തോരനുള്ള റെഡിയാക്കണേണ്. എനിക്ക് ഈ മഞ്ഞ കളറിലെ ക്യാബേജിനോട് യാതൊരു താല്പര്യമില്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് മഞ്ഞപ്പൊടി ചേർക്കാറില്ല. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പിങ്ക് സോൾട്ടാണ് ഞാൻ യൂസ് ചെയ്യണത്, അതുകൊണ്ടാണ് ആ ഉപ്പിന് ആ കളറേ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബീഫ് കറി ഇവിടെ നിന്ന് തിളച്ചുകൊണ്ടിരിക്കണം. അപ്പോഴത്തേക്ക് അപ്പുറത്ത് ക്യാബേജിന് ഞാൻ തേങ്ങാപ്പീര പച്ചത്തേങ്ങ ഇളക്കി കൂട്ടുന്നപ്പോഴത്തേക്കും പച്ച തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അന്നമോള് വന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കാൻ. എന്ത് കറി വെച്ചാലും അവൾ വരും ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടേസ്റ്റ് നോക്കാൻ കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ പറയും റിവ്യൂ എന്താണെന്ന്. എക്സ്പ്രഷൻ കണ്ടോ നിങ്ങൾ? കണ്ട അടിപൊളിയാണെന്ന് പറയണത്. സൂപ്പറായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വീട്ടിലൊരു ദേഹത്തോട്ട് വന്നപ്പോഴത്തേക്കും മേമയും മോളും കൂടി ഇരുന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ അനിയത്തിയാണ് കേട്ടത്. ഞങ്ങൾ 3 മക്കളാണ്. അപ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ മമ്മി അവിടെ നിന്ന് എന്തൊക്കെയോ പറയണം. നോക്കിയപ്പോൾ അന്നമോക്കട ഗതിയാണ് ഈ കാണിച്ചു. അവൾ വീട്ടിലുണ്ടെങ്കിൽ കണ്ണി കണ്ട പേപ്പറും പാത്രവും ഒക്കെ വലിച്ചുകൊണ്ടെന്ന് വെച്ചിട്ട് ഈ കളിയാണ്. അപ്പോഴത്തേക്കും അവർക്കുണ്ടോ ഞാൻ മാങ്ങിയിരിപ്പുണ്ടായിരുന്നു. ആ ചത്തിപ്പുള്ളി രണ്ടും കൂടി വെറുതെ ഇരിക്കണല്ലേ, എന്നാൽ പിന്നെ അതും കൊടുക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും എന്താ രണ്ടുപേരും കൂടി എന്നെ കളിയാക്കണം. മാങ്ങ അടിപൊളിയാണ്, മാങ്ങക്ക് അടിപൊളിയാണ്, മാങ്ങ ടേസ്റ്റ് ഉണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ എന്നെ കളിയാക്കണം. റിവ്യൂ പറയുന്നത് രണ്ടും കൂടി ഇരുന്നുണ്ട്. എന്നെ കളിയാക്കാൻ രണ്ടുപേരും കഴിഞ്ഞിട്ടേ വേറെ ആൾക്കാരുള്ളൂ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉച്ചക്ക് എന്താണെന്ന് നോക്കിയേ, പിലോപ്പി ഉണ്ട്, പിലോപ്പി വറുത്തതാണ്. പിന്നെ നമ്മുടെ അടിപൊളി ബീഫ് കറി. പിന്നെ അടുത്ത പിലോപ്പി വറുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ക്യാബേജ് തോരൻ. മോരിയറിയ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണേ. അപ്പോൾ അവൾക്ക് ക്യാബേജ് വേണ്ടെന്ന് പറഞ്ഞുള്ള വേഷം കെട്ടാണ് കാണുന്നത്. അതൊക്കെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കാറ്റും മഴയും വന്നി. വൈകുന്നേരം കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് മറ്റേ നെയ്ച്ചോറ് തിന്നാൻ. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ അടുക്കളയിൽ കയറി. അപ്പോൾ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം ജോലിക്ക് പോകേണ്ട കാരണം ഞാൻ മീൻകറിയൊക്കെ രാത്രി തന്നെ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ കയറി നോക്ക്. അങ്ങനെ നെയ്ച്ചോറൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അന്നൊക്കെ ഞാൻ വിളമ്പി കൊടുക്കണേന്. നെയ്ച്ചോറും പിന്നെ തൊട്ടായിരുന്നു ഉണക്കമുന്തിരി അച്ചാറും പിന്നെ പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ബീഫ് കറി ഉണ്ടായല്ലോ, അതുണ്ടാക്കി. പിന്നെ സാലഡ് ഉണ്ടാക്കി. കൊള്ളാമെന്നൊക്കെയാണ് പറയണത്. ആൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. ഫ്രൈഡ് റൈസ്, നെയ്ച്ചോറ്, ബിരിയാണി, കുഴിമന്തി, ഇതൊക്കെ സാധാരണ എല്ലാ സാധനങ്ങളും കഴിക്കുള്ളൂ. ഒക്കെ ഒന്നും ഇഷ്ടമല്ലായിരിക്കുന്നല്ല, ഇതൊക്കെയോടൊക്കെ പ്രത്യേക ഇഷ്ടമാണ്. അത് കഴിഞ്ഞപ്പോൾ രാത്രി ആയപ്പോൾ അമ്മോടെ പള്ളിയിൽ പോകണമെന്ന് ജൂബിലി കുരിശിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ അതിൻ്റെ വ്ളോഗല്ല ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇതാണ് ഞങ്ങളുടെ പള്ളി. നല്ല രസമുള്ള പള്ളിയാണ്, അടിപൊളി പള്ളിയാട്ടോ. പള്ളി എന്നല്ല, ഞങ്ങളുടെ നാട് തന്നെ അടിപൊളിയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് കറങ്ങാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇറങ്ങിയൊന്നുമില്ല, മഴയായിരുന്നല്ല. നമ്മളിങ്ങനെ ജസ്റ്റ് അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി, കാറിക്കൊണ്ടിരുന്ന് തന്നെ ചുറ്റിക്കറങ്ങി അങ്ങനെയൊക്കെ പോയി. അങ്ങനെ അവിടെ ഒരു തട്ടുകട ഉണ്ടായിരുന്നു. ആ തട്ടുകടയിൽ കയറി. അവിടെ നിന്നൊന്നും മേടിച്ചില്ല കേട്ടാ. മേടിച്ചെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ ചായ കുടിച്ചു, അതൊന്നും മേടിച്ചില്ല. പരിപ്പുര ഷോയെ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ചായ തിളപ്പിച്ച് കപ്പുറത്തും കൂട്ടി കഴിച്ച് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കിടന്നുറങ്ങി.